ഒറ്റയടിപ്പാത. ആ നടന്നു വരുന്ന ആളെ കണ്ടോ? വിശാലമായ തെങ്ങിൻപറമ്പിന് നടുവിലെ കോണോട് കോൺ വഴിച്ചാലിലൂടെ മേടച്ചൂടിൽ ഉച്ചയോടടുത്ത് നടന്നു വരികയാണ്. അധികം പൊക്കമില്ലാത്ത ഇരുനിറക്കാരൻ. യുവത്വം വിട്ടുമാറാൻ കാത്തു നിൽക്കുന്ന പ്രായം. വേഷം കണ്ടാൽ ആളൊരു സാധാരണക്കാരൻ എന്ന് വ്യക്തം. വിയർപ്പ് കാഞ്ഞ് വെള്ള നിറത്തിന് മഞ്ഞച്ചായ്വ് നൽകിയ ബനിയനും കൈലിമുണ്ടുമാണ് വേഷം. ചൂട് അസഹനീയമായതിനാൽ എപ്പോഴും കൂടെയുള്ള തോർത്തുമുണ്ട് തലയിലൂടെ ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹമാണ് മുഹമ്മദ് കുഞ്ഞ്. ഉമ്മയും നാട്ടുകാരും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം മമ്മുഞ്ഞേ എന്ന് വിളിക്കും. മുഹമ്മദ് കുഞ്ഞ് നടന്നു വന്ന് മുറ്റത്തെത്തി. തലയിൽ നിന്നും തോർത്തെടുത്ത് കുറ്റിച്ച മുടിയുള്ള തലയിലും മുഖത്തുമുള്ള വിയർപ്പ് തുടച്ചു മാറ്റി. തോർത്ത് മുറ്റത്തെ അയയിലേക്കിട്ടു. ഇറയത്തെപ്പോഴും നിറസാന്നിധ്യമായി മരത്തോണും ചാരി ഒരാൾ ഇരിപ്പുണ്ട്. മുഹമ്മദ് കുഞ്ഞിൻ്റെ ഉമ്മ. എന്താ ചൂടൻ്റെ പൊന്നുമ്മ? അതപ്പം കേമോയെ, മീനമ്മയുടെ മാസമല്ലേ, അതങ്ങനെയാ. നീ പോയി കുറച്ച് കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കും, ക്ഷീണം പോട്ടെ. ഇതാണ് ബീവി കുഞ്ഞ്, മുഹമ്മദ് കുഞ്ഞിൻ്റെ ഉമ്മ. 9 മക്കൾക്ക് ജന്മം നൽകിയെങ്കിലും ഇപ്പോൾ അവശേഷിച്ചത് ഒരാൾ മാത്രം. ആ കരുതലും സ്നേഹവും ഉമ്മയ്ക്ക് മകനോടുണ്ട്. ആബിദ, ലേശം കഞ്ഞിവെള്ളം ഉപ്പിട്ടിങ്ങെടുക്ക്. മുഹമ്മദ് കുഞ്ഞ് വരാന്തയിലിരുന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. ഇതാണ് ആബിദ, മുഹമ്മദ് കുഞ്ഞിൻ്റെ ഭാര്യ. വെളുത്തു മെലിഞ്ഞ ഒരു സ്ത്രീ. ആബിദയും മുഹമ്മദ് കുഞ്ഞും തമ്മിൽ 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഇവർക്ക് 5 മക്കളാണുള്ളത്. മൂത്തവൻ അലി, രണ്ടാമൻ ഫർഹാൻ, അതിന് താഴെ 3 പെൺകുട്ടികൾ, ആയിഷ, മുംതാസ്, ഫാത്തിമ. അവർക്ക് സ്കൂൾ അവധിക്കാലമാണ്. കഞ്ഞിവെള്ളം കുടിച്ച ശേഷം അദ്ദേഹം അലിയെ വിളിച്ചു. എടാ, പശുവിനെ വയലിറമ്പിൽ കൊണ്ട് കെട്ടിയോ? പുല്ല് പറിച്ചോ? ഇല്ല. അതെന്തേ? അവൻ വേറെ കുട്ടികളോടൊപ്പം കളിക്കാൻ പോയി. രണ്ടാമൻ ഏറ്റുപിടിച്ചു. അപ്പോൾ നീയോ? അവൻ പോയപ്പോൾ ഞാനും പോയി. ഇന്ന് പശുവിനെ അഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ് 2 ആളും പുല്ല് പറിച്ചുകൊണ്ട് വന്നേക്കണം. 2 ആളും ഒരുമിച്ച് മൂളി. മക്കളിൽ മൂത്തയാൾ ബാപ്പയെ പോലെ പൊക്കം കുറഞ്ഞ വെളുത്ത ഒരു കുസൃതിയായ പയ്യൻ. അവൻ ഏത് കാര്യത്തിലും ഒന്നാമൻ തന്നെ. പഠിക്കാനും കളിക്കാനും തല്ലുണ്ടാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം. പലപ്പോഴും അവൻ്റെ സ്വഭാവം വീട്ടുകാർക്ക് തലവേദനയാണ്, പ്രത്യേകിച്ച് വാപ്പുമ്മയ്ക്ക്. പള്ളിക്കൂടത്തിലെ വലിയാവധി തീരും വരെ ഈ ചെക്കനെ വല്ല ദറസിലും കൊണ്ടാക്കും. ഇടയ്ക്കിടയ്ക്ക് വാപ്പുമ്മ ആക്രോശിക്കും. അവരെ ഭ്രാന്ത് പിടിപ്പിക്കൽ അവൻ്റെ ഒരു പ്രധാന വിനോദമാണ്. ചിലപ്പോൾ വാപ്പുമ്മയും അലിയെപ്പോലെ കുസൃതി കാണിക്കാറുണ്ട്. കുട്ടികളെ ചൂടിപ്പിക്കും. ഇതൊക്കെയല്ലേ വയസ്സുകാലത്തൊരു രസം. ആയിഷയും ഫാത്തിമയും മുംതാസും രാവിലെ മുടി ചീകി ഒന്ന് ഒരുങ്ങാമെന്ന് വെച്ചാൽ ഉടനെ വാപ്പുമ്മ പാട്ട് തുടങ്ങും. പുന്നയ്ക്ക എണ്ണയും തൊട്ടു പുരട്ടി പന്നത്തലയും ചീകിക്കെട്ടി പുത്തൻതെരുവിന് തെക്ക് കഴിഞ്ഞാൽ എന്നെപ്പോലൊരു സുന്ദരിയുണ്ടോ. പെൺകുട്ടികൾ ചുണ്ടിയെടുത്ത് വാപ്പയോട് പരാതി പറയും. ഇത് കേട്ട് വാപ്പ ഉറക്കെ പൊട്ടിച്ചിരിക്കും. വാപ്പ നിസ്സാരമായി ഈ കാര്യം എടുത്തതിൽ അവർ പരിഭവിക്കും. അങ്ങനെ വാപ്പുമ്മയും പേരക്കിടാങ്ങളും കൊണ്ടും കൊടുത്തും കഴിഞ്ഞു വന്നു. കണിശക്കാരനെങ്കിലും സ്നേഹസമ്പന്നനായ ബാപ്പ ചില നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ആസ്മയുടെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അതുകൊണ്ട് അടുത്ത റേഷൻ കടയിൽ അരിയെടുത്ത് കൊടുപ്പ് മാത്രമാണ് ജോലി. അതുകൊണ്ട് മാത്രം 8 അംഗങ്ങളുള്ള കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ പശുവുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്. ജോലികൾ എല്ലാവർക്കുമായി പകുത്തു നൽകിയിരിക്കുന്നു. സ്കൂളുള്ളപ്പോൾ വൈകുന്നേരം വന്നാൽ 2 ആൺമക്കൾ പശുവിൻ്റെ കാര്യങ്ങൾ നോക്കണം. പെൺകുട്ടികൾ വീട്ടിൽ ഉമ്മയെ സഹായിക്കണം. എല്ലാവർക്കും തിരക്കാണ്. അല്പസമയം കളിക്കാനുണ്ടാകും. എല്ലാവരും സമയനിഷ്ഠ കൃത്യമായി പാലിച്ചിരുന്നു. സന്ധ്യയായാൽ ബാപ്പുമ്മ വിളിച്ചു പറയും. എടാ പിള്ളേരെ, ബാങ്ക് കൊടുത്തു, പോയി ദിക്റും സ്വലാത്തും ചൊല്ല്. അന്ന് ദിക്റ് ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങ് ദൂരെ നിന്നും ബാപ്പ വരുന്നത് കണ്ടു. സന്ധ്യമയക്കത്തിൽ എന്തിനെയോ ബാപ്പ കൊണ്ടുവരുന്നതായി തോന്നി. ആടിൻ്റെയും കുഞ്ഞുങ്ങളുടെയും കരച്ചിൽ. എടാ, ബാപ്പ ആടിനെ കൊണ്ടുവരുന്നു. അവർ മുറ്റത്തേക്ക് ചാടിയിറങ്ങി. ഒരു തള്ളയാട്, 2 കുഞ്ഞാടുകളും. അലിക്കും കൂട്ടർക്കും സന്തോഷം സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഓടിച്ചെന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളെ വാരിയെടുത്തു. എവിടെ കെട്ടുമിടാ ഇതിനെ? വല്ല പട്ടിയും വന്ന് കടിച്ചു കൊല്ലും, ബാപ്പുമ്മ വാപ്പയോട് ചോദിച്ചു. അത് നമ്മുടെ ചായപ്പി കെട്ടാമമ്മ, അതാവുമ്പോൾ കഥ ഉണ്ടല്ലോ, മുഹമ്മദ് കുഞ്ഞ് മറുപടി പറഞ്ഞു. അന്ന് അലിക്കും കൂട്ടർക്കും ഉറങ്ങാനേ കഴിഞ്ഞില്ല. പതിവിലും നേരത്തെ അവർ എഴുന്നേറ്റ് ചായ്പിലേക്ക് ഓടി. ആട്ടിൻകുട്ടികളെ തലോടി അവയോട് കിന്നാരം പറഞ്ഞു. മുറ്റത്തെ പ്ലാവിൻ ചൂട്ടിൽ നിന്നും പ്ലാവില പറക്കിയെടുത്തു.
അവരെപ്പോലെ കുസൃതികളായിരുന്നു ആ ആട്ടിൻകുട്ടികളും. അലിയും കൂട്ടരും മദ്രസ വിട്ടു വരുന്നതും കാത്ത് തള്ളയാടും കുഞ്ഞാടുകളും നോക്കി നിൽക്കും. അവർ വന്നാൽ അവരുടെ കൂടെ കളിക്കാം. പുല്ല് നിറഞ്ഞ സ്ഥലങ്ങളിൽ പശുവിനെ കെട്ടാൻ പോകുമ്പോൾ തങ്ങളെയും കൊണ്ടുപോകും. പതിയെ പതിയെ അവരും ആ വീട്ടിലെ അംഗങ്ങളായി മാറി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബാപ്പയ്ക്ക് വലിവ് കൂടി. ആശുപത്രിയിലായി. ബാപ്പുമ്മയും കുട്ടികളും കോഴിയും താറാവും കന്നുകാലികളും മാത്രമായി വീട്ടിൽ. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ബാപ്പ ആശുപത്രിയിൽ നിന്നും മടങ്ങിയത്. കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിച്ചിരുന്നതിനാൽ ഈ സാഹചര്യം തരണം ചെയ്യാൻ വലിയ പ്രയാസമുണ്ടായില്ല. ബാപ്പ വന്നപ്പോൾ കുട്ടികൾക്ക് വളരെ സന്തോഷമായി. വീട് വീണ്ടും സജീവമായി. അന്ന് വൈകുന്നേരം മദ്രസ വിട്ടു വന്നപ്പോൾ അലി പതിവ് പോലെ ചായ്പിനടുത്തേക്ക് ചെന്നു. ഉമ്മ, ആടും കുഞ്ഞുങ്ങളും എന്തിയേ? ആ, മോനിങ് വന്നേ, ചായ കുടിക്ക്. എനിക്ക് വേണ്ട, എൻ്റെ ആടും കുഞ്ഞുങ്ങളും. അലിക്ക് പിറകെ മറ്റു 4 പേരും എത്തി. എന്തിയേ നമ്മുടെ ആടും കുഞ്ഞുങ്ങളും? അതെ, പാപ്പ ആശുപത്രിയിലായിരുന്നല്ലോ. അന്നുണ്ടായ ചിലവ് നികത്താൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. ആടിന് ചിലവ് മാത്രമല്ലേ ഉള്ളൂ. ഉള്ള പാല് കുഞ്ഞുങ്ങൾ കുടിക്കും. പിന്നെ പിണ്ണാക്ക് വാങ്ങാനും ചിലവ്. ഈ പാട് മാറുമ്പോൾ നമുക്ക് വേറൊന്നിനെ വാങ്ങാം. വെള്ളിടി വെട്ടി പോലെയുള്ള ഉമ്മയുടെ വാക്കുകൾ. ഐവർ സംഘം തളർന്നിരുന്നു പോയി. ആടിനെ കെട്ടിയിരുന്ന കുറ്റിയിൽ പിടിച്ചുകൊണ്ട് അലി ഏങ്ങലടിച്ച് കരഞ്ഞു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്ന വല്യക്കായുടെ കരച്ചിൽ കണ്ട് കുഞ്ഞിപ്പെങ്ങൾ സഹതാപത്തോടെ നോക്കി നിന്നു. ഈ പ്രാവശ്യം ഇവരുടെ കരച്ചിൽ കണ്ട് പാപ്പമ്മ ഒന്നും പറഞ്ഞില്ല. അവർക്കും സങ്കടമായി. പതിവ് പോലെ മഗ്‌രിബായപ്പോൾ ബാപ്പുമ്മ വിളിച്ചു പറഞ്ഞു, പിള്ളേരെ ബാങ്ക് കൊടുക്കാറായി, മേല് കഴുകി ദിക്റും സ്വലാത്തും ചൊല്ലിക്കൊള്ളൂ. അല്പം കഴിഞ്ഞപ്പോൾ വരാന്തയിൽ മണ്ണെണ്ണ വിളക്കിന് ചുറ്റും അലിയും സംഘവും ഇരുന്നു. ദിക്റ് ചൊല്ലിത്തുടങ്ങി. അവരുടെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. ഉടനെ അലി ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, നാളെയാവുമ്പോൾ എൻ്റെ തള്ളയടിങ്ങി വരണേ. അത് കേട്ട് ബാക്കിയുള്ളവർ, അല്ലാഹുവേ, നാളെയാവുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞാടിങ്ങി വരണേ. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അത് കേട്ടുകൊണ്ടാണ് ബാപ്പ കയറി വന്നത്. അദ്ദേഹം ആകെ വിഷമത്തിലായി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് പറ്റുന്നില്ല. അദ്ദേഹം കുട്ടികളെ ചെന്ന് നോക്കി. എല്ലാവരും തളർന്നുറങ്ങിയിരിക്കുന്നു. പിന്നെ താമസിച്ചില്ല. ഒരു ചൂട്ടും കെട്ടി അദ്ദേഹം പുറത്തേക്ക് പോയി. മകൻ പോയ വഴിയിലേക്ക് നോക്കി ബാപ്പുമ്മ ഇറയത്ത് തൂണും ചാരിയിരുന്നു. ആബിദ ആ ചൂട്ട് വെളിച്ചം മറയുന്നതും നോക്കി ഇറയത്ത് നിന്നു. മണിക്കൂറുകൾ കടന്നുപോയി. കുറച്ച് സമയത്തിന് ശേഷം ആ ഒറ്റയടിപ്പാതയുടെ തുടക്കത്തിൽ വെളിച്ചം കണ്ടു. ആട്ടിൻകുട്ടികളുടെ കരച്ചിൽ കേൾക്കാം. അടുത്തു വന്നപ്പോൾ ബാപ്പായുടെ കൂടെ ഒരാളും കൂടി ഉണ്ടെന്ന് മനസ്സിലായി. കൂടെ വന്നയാളിനെ പരിചയപ്പെടുത്തി മുഹമ്മദ് കുഞ്ഞ് പറഞ്ഞു, ഇവൻ സൈനുദ്ദീൻ, എൻ്റെ കൂട്ടുകാരനാണ്. ഇവനാണ് ഞാൻ ആടിനെ വിറ്റത്. കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ആടിനെ തിരികെ തരാൻ അവൻ എൻ്റെ ഒപ്പം വന്നതാണ്. ഞങ്ങൾ കൂട്ടുകാരല്ലേ ഉമ്മ, ഇവൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് എൻ്റെയും കടമയല്ലേ, സൈനുദ്ദീൻ പറഞ്ഞു. അപ്പോൾ ആടുകളുടെ കരച്ചിൽ കേട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അലിയും കൂട്ടരും മുറ്റത്തേക്ക് നോക്കി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പാപ്പ ആടുകളുമായി മുറ്റത്ത്. അൽഹംദുലില്ലാ, അവർ ഓടി വന്നു. ആട്ടിൻകുട്ടികളെ വാരിയെടുത്തു. പിന്നീട് ആരും കൊണ്ടുപോകാതെ തന്നെ ആടും കുട്ടികളും ചായ്പിനടുത്തേക്ക് പോയി. അപ്പോഴും മുഹമ്മദ് കുഞ്ഞ് ആ ഒറ്റയടിപ്പാതയുടെ അങ്ങേ അറ്റത്തേക്ക് നോക്കി നിന്നു. തൻ്റെ മനസ്സിൻ്റെ വേദന തൊട്ടറിഞ്ഞ തൻ്റെ ഉറ്റ ചങ്ങാതിയെ തന്നെ.